നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളി കഫേയിലോട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഈ സിറ്റി ട്രാഫിക്കിൽ നിന്നും ഞങ്ങൾ എസ്കേപ്പ് ചെയ്യാൻ പോകുന്നത് കാടിൻ്റെ നടുക്കുള്ള പീസ്ഫുൾ ആയിട്ടുള്ള മാജിക്കൽ കഫേയിലോട്ട് പോകുന്നത്. ഇതാണ് കഫേയുടെ എൻട്രൻസ്. നമ്മൾ കുറച്ച് ദൂരം ഉണ്ട് ബാങ്കോക്ക് സിറ്റിയിൽ നിന്ന് ഈ ഒരു സ്ഥലത്തോട്ട്. ബബിൾ ഇൻ ദ ഫോറസ്റ്റ് എന്നാണ് കഫേയുടെ പേര്. ഇതാണ് എൻട്രൻസ് വരുന്നത്. നമ്മൾ നേരത്തെ ഒരു 2 മാസം മുമ്പേ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഇത് കയറി വരുമ്പോൾ തന്നെ എങ്ങനെയാണ് സെറ്റിങ്, ഈ ഒരു എൻട്രൻസ് തന്നെ മതി നമുക്ക് എത്ര മാജിക്കലാണ് പ്ലേസ് എന്നറിയാനായിട്ട്. ഞാൻ മാജിക് എന്നുള്ള വേർഡ് കൂടെ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി തായ്ലൻഡ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാടിൻ്റെ നടുക്കൊരു കഫേ ഇത്രയും ഭംഗിയിലുണ്ടാക്കി വെച്ചിരിക്കുന്നതിനെ മാജിക്കൽ എന്നേ പറയാൻ പറ്റും. ലിറ്ററലി ഞങ്ങൾ ആ ഒരു കവാടം കയറി ഈ ഒരു വ്യൂ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. കാരണം അത് നിന്ന് ആസ്വദിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. ഇവിടെ ഊബർ പോലെ അവിടെ ഗ്രാബ് എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. അതിൽ ടാക്സി ബുക്ക് ചെയ്താണ് ഞങ്ങൾ ഈ ഒരു ലൊക്കേഷനിലോട്ട് എത്തി. 11:30-12 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിയതുകൊണ്ട് ചെറിയൊരു വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം സീറ്റിംഗ് ഏരിയയിലോട്ട് പോയി. സീറ്റിംഗ് ഏരിയ ഞങ്ങൾ ചൂസ് ചെയ്തത് ഈ കാണുന്ന ഏരിയ ആണ്. അതായത് ഒരു ഹട്ട് ഏരിയ പോലെ വരുന്നത്. 3 ടൈപ്പ് ഓഫ് സീറ്റിംഗ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ പ്രിഫറൻസ് ഇതായിരുന്നു. ബിക്കോസ് ഇച്ചിരി വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കോസി ആയിട്ട് ഇരിക്കാമല്ലോ എന്നോർത്താണ് ഞങ്ങളത് ചൂസ് ചെയ്തത്. ബെസ്റ്റ് ഡിസിഷനും ആയിരുന്നു. ചെറിയൊരു ബീൻ ബാഗും മൂന്നാലൊക്കെ ആയിട്ട് ഇരിക്കാൻ നല്ലൊരു സെറ്റിംഗ് ആയിരുന്നു അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്ന് കയറിയപ്പോഴേ കുറേ സമയം നമ്മളവിടെ നോക്കി നിന്നു. അതിനുശേഷമാണ് പിന്നെ സീറ്റിങ്ങിലോട്ട് പോയത്. ഇതാണ് ഞങ്ങൾ ഇരിക്കുന്നത് അവിടെ നിന്നുള്ള വ്യൂ. ഞങ്ങൾ റിലാക്സ് ചെയ്തിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മെനു കാർഡ് വന്നു. മെനുവിൽ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഭംഗിക്കാണ് അവരെല്ലാം അസോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മെനു ആണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറച്ചുകൂടി ഒന്ന് കറങ്ങാമെന്ന് ഓർത്ത് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഈ സ്ഥലത്തോട്ട് പോയി. അത് അവിടെ തന്നെയുള്ള ഹൈറ്റിലുള്ളൊരു ഏരിയ ആണ്. എൻറ്റയർ വ്യൂ അവിടെ ഇരുന്നാൽ കാണാം കേട്ടോ. നല്ല രസമാണ് അവിടെ ഇരുന്ന് ഈ വ്യൂ മൊത്തം ആസ്വദിക്കാനായിട്ട്. പിന്നെ ഫുഡ് വന്നു. ഫസ്റ്റ് കാണുന്നത് ഒരു സീ ഫുഡ് പ്ലാറ്റർ പോലൊരു സംഭവം. സെക്കൻഡ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ബീഫ് സ്റ്റേക്ക് പോലൊരു ഐറ്റം ആയിരുന്നു. സോസൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടെ ഈ മെനു എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് മെനു ആണെങ്കിൽ കൂടി നല്ല രീതിയിലാണ് അത് അവർ അസോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു. ഞാൻ പല റിവ്യൂവും കണ്ടിരുന്നു ഫുഡ് പോരാന്നുള്ളതൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഒത്തിരി അത് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു അസോർട്ട്മെൻറ്റും ആ ഫുഡൊക്കെ. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, ഞങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് നോട്ട് പോലെ കിട്ടും. അത് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫുഡ് പർച്ചേസ് ചെയ്യാം. ക്രെഡിറ്റ് നോട്ട് കഴിഞ്ഞിട്ടും ഞാൻ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. ബിക്കോസ് അത് നല്ലതായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടു. ഈ വീഡിയോ കണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം തായ്ലൻഡ് പോകുമ്പോൾ ഈ ഒരു കഫേ ബബിൾ ഇൻ ദ ഫോറസ്റ്റ് എന്നുള്ള കഫേ വന്നിട്ട് ഫുഡ് ഇഷ്ടപ്പെടാതിരിക്കാനും ചാൻസസ് ഉണ്ട്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണം എന്നില്ല എന്നുള്ളൊരു കോട്ട് ഓർക്കണം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ വന്ന് എടുത്തതും പിന്നീട് അത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. ഇത് ഫുഡ് എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു സെറ്റിംഗ് ആണ്. കാടിൻ്റെ നടുക്ക് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു കഫേ. അത് എത്ര നേരം ഇരുന്നാലും നമുക്ക് മടുക്കൂല. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 4-5 hours ഇരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്രയും നേരം ഇരുന്ന് ആസ്വദിക്കാനുള്ളത് ഉണ്ടായിരുന്നു. 4-5 hours ഒക്കെ ഒരു ചുമ്മാ ഒരു കഫേയിലിരിക്കുക എന്ന് പറയുമ്പോൾ അതത്രയും ശാന്തമായിരിക്കണം. പിന്നെ ഇതാണ് നമ്മുടെ ചുറ്റിനുള്ള വ്യൂ. ഞാൻ ഒന്നുകൂടെ കാണിക്കുവാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും അവിടെ തന്നെ ഇരുന്ന് ഞാനും ഫ്രണ്ട് ഒത്തിരി സംസാരിച്ചു. ഞാൻ മറക്കൂല ഈ ഒരു എക്സ്പീരിയൻസ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു ശാന്തതയും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്നൊരു കാര്യം, അത് ഭയങ്കരമായിരുന്നു. നിങ്ങൾ തായ്ലൻഡിൽ വരുവാണെങ്കിൽ ഒരിക്കലും ഇത് മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഒരിക്കൽ തായ്ലൻഡ് പോയതാണ് ഒരു 3-4 വർഷം മുമ്പ്. പിന്നീട് രണ്ടാമത് വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ പോകാത്ത സ്ഥലങ്ങളിൽ നോക്കി പിടിച്ചാണ് മിക്കതും പോയത്. ഈ ബബിൾ ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുന്ന കഫേ എനിക്ക് എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലമാട്ടോ. ഞങ്ങൾ ഒത്തിരി നോക്കി ഒത്തിരി ആലോചിച്ചൊക്കെയാണ് പോകാൻ കാര്യം. കാരണം ഇത് സിറ്റിയിൽ നിന്ന് വളരെ ദൂരെയാണ്. അപ്പോൾ നമുക്ക് അത്രയും ദൂരെ ട്രാവൽ ചെയ്ത് പോകാനുള്ള അത്രയും വേർത്താണോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ നിങ്ങൾ ഒരു 6-7 ദിവസമൊക്കെ അവിടെ നിന്ന് ബാങ്കോക്ക് അല്ലെങ്കിൽ തായ്ലൻഡ് ആസ്വദിക്കാൻ വന്നവരാണെങ്കിൽ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഷെഡ്യൂളോ കഴിയുമ്പോൾ ഒരു ദിവസത്തിലൊരു പകുതി നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നല്ലതായിരിക്കും. ആക്ച്വലി അവേ ഫ്രം ഓൾ ദ സിറ്റി തിങ് ഇത് നല്ല. എപ്പോഴും ഞാൻ വീഡിയോ ഇടുമെന്ന് അറിയില്ല. പക്ഷേ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബൈ.